നമ്മൾ പ്ലസ് ടുവിന് പഠിച്ച പോലെ തന്നെ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നീറ്റിന് നല്ല റിസൾട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് ഡിഫറെൻറ്റ് ഗെയിമാണ്. പ്ലസ് ടുവിൽ നമ്മൾ ക്രിക്കറ്റ് കളിച്ചാണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു സാധനം അത് ഫുട്ബോൾ കളിക്കുന്ന പോലത്തെ ഒരു സാധനം. നമ്മളിപ്പോൾ എക്സാം എഴുതുന്ന കാര്യം എടുക്കുക. നമ്മൾ പ്ലസ് ടുവിന് എക്സാം എഴുതിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമുക്ക് പഠിച്ച് കഴിഞ്ഞോ നോക്കാൻ, നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാനും വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മളൊരു സാധനം പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ ഇനി എന്തൊക്കെ കൂടി നോക്കാനുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പല റൗണ്ട് എക്സാം എഴുതുമ്പോൾ മാത്രമേ ഇവിടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടിട്ട് തന്നെ പഠിക്കണം. ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഇതുപോലെ തന്നെ ഞാൻ ഒരുപാട് പേരൻസിനോട് സ്റ്റുഡൻസിനോട് പറയുന്നത് മനസ്സിലാവില്ല. ഒരു തേങ്ങയും അവർക്ക് മനസ്സിലാവില്ല. എന്നിട്ട് എന്താ ചെയ്യുക? എക്സാമിന് 10 ദിവസം മുന്നേ വന്നിട്ട് ചോദിക്കും ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം. അപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്ലസ് ടുവിൻ്റെ പഠനവും എൻട്രൻസിൻ്റെ പഠനവും വ്യത്യാസമാണെന്നുള്ളതാണ്. ആ എൻട്രൻസിൻ്റെ പഠനത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എൻട്രൻസ് ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരു മെൻറ്ററോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ പഠന രീതികൾ മാറ്റേണ്ടതുണ്ട്. നിങ്ങൾ എങ്ങനെ ഇപ്പോൾ പഠിക്കണമെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. തിങ്ക് വൈസ്ലി.